ഇന്ന് നമ്മൾ പോകുന്നത് റോക്കി ബായിയുടെ കൊട്ടാരം കാണാനാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയ മാസ് ആക്ഷൻ മൂവി KGFലെ അവരുടെ കൊട്ടാരമായി കാണിക്കുന്നത് ഈ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേര് ലളിത മഹൽ പാലസ് എന്നാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ശരിക്കും ഏതോ രാജാവിൻ്റെ പാലസ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു വലിയ ഹോട്ടലാണ്. അതിൻ്റെ നെയിമാണ് ലളിത മഹൽ പാലസ്. സംഭവം പക്ഷെ വലിയ കൊട്ടാരങ്ങളെ വെല്ലുന്ന രീതിയിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. വെറും 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്കും കാണാം റോക്കി ബായുടെ ഈ കൊട്ടാരം. KGF മൂവി വമ്പൻ ഹിറ്റ് ആയതിനു ശേഷം ഈ കൊട്ടാരം കാണാനും ഫോട്ടോ എടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ മൈസൂർ വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാതെ ആരും പോകാറില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയി നല്ല ചായയും ബിസ്ക്കറ്റും കിട്ടും. ഒരു 30 മിനിറ്റ് വേണ്ടി വരും ഇത് മുഴുവൻ കറങ്ങിക്കാണാൻ. നിങ്ങൾ മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ഈ സ്ഥലം കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ മറക്കാതെ ആഡ് ചെയ്തോളൂ കേട്ടോ. അടുത്തതായി ഞങ്ങൾ മൈസൂർ സ്പെഷ്യൽ ഐറ്റമായ മൈലാരി ദോശ കഴിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ ദോശ കഴിക്കാനുള്ള തിരക്ക്. ഈ തിരക്ക് കണ്ട് ദോശ അടുത്ത വട്ടം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മൈലാരി ദോശ കഴിക്കണേൽ നേരെ വെളുക്കുമ്പോൾ തന്നെ വരണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ മൈലാരി ഒഴിവാക്കി മൈസൂർ മസാല ദോശ കഴിച്ച് അടുത്ത സ്പോട്ട് പിടിച്ചു. അടുത്ത സ്പോട്ട് സെൻറ്റ് ഫിലോമിന കത്തീഡ്രലാണ്. 1936 കൃഷ്ണരാജ വാദ്യാർ നാലാമനാണ് ഇത് പണി കഴിപ്പിച്ചത്. ആ ടൈമിൽ ഇവിടെ ഇഷ്ടം പോലെ ബ്രിട്ടീഷ് പട്ടാളക്കാരുണ്ടായിരുന്നു. അവർക്ക് പള്ളിയിൽ പോകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. ജർമ്മനിയിലെ കൊളോഗ്നെ കത്തീഡ്രലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് കേട്ടോ ഇതിനുള്ളത്. ഈ കത്തീഡ്രൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു ഫോറിൻ കൺട്രിയിലുള്ള ചർച്ചിലെത്തിയ പോലെ തോന്നും. സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്നത് 4th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന 13 വയസ്സുള്ള ഒരു ഗ്രീക്ക് രാജകുമാരിയായിരുന്നേ. കർത്താവിൻ്റെ മണവാട്ടിയാവാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ യുദ്ധസമയത്ത് അവളുടെ പിതാവിനോട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ എതിർഭാഗം യുദ്ധം ചെയ്ത് രാജാവ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ പ്രൊപ്പോസൽ ഈ പെൺകുട്ടി എതിർക്കുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാത്ത രാജാവ് ഈ പെൺകുട്ടിയുടെ ശിരസ് ഛേദിച്ച് വധിച്ചു. ഈ പെൺകുട്ടിയുടെ തിരിച്ചറിവും ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കത്തീഡ്രലിൻ്റെ അടിയിലായിട്ട് കുറേ ശവകുടീരങ്ങളുണ്ട് കേട്ടോ. അത് കാണണമെങ്കിൽ അതിൻ്റെ സൈഡിലായി 2 എൻട്രികളുണ്ട്. ഒന്നിൽ കൂടി നടന്ന് നമുക്ക് മറ്റേതിൽ കൂടെ പുറത്തിറങ്ങാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ടോംബിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ അതിൽ കൂടി ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികൾ ഒന്നാണിത്. മൈസൂർ വരുവാണെങ്കിൽ മറക്കാതെ ഈ സ്പോട്ട് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.